പുതിയ പദ്ധതിയിലും പശ്ചാത്തല മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം തുടരും. ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളിൽ മാത്രമല്ല, മനുഷ്യവിഭവശേഷിയുടെ കാര്യത്തിലും കേരളത്തെ ഒന്നാം തരമാക്കുകയാണ് ലക്ഷ്യം. കേരളത്തിൻ്റെ പശ്ചാത്തല മേഖലയുടെ നട്ടെല്ലായി ഞങ്ങൾ കണക്കാക്കുന്ന ഒന്നാണ് തെക്ക് വടക്ക് അതിവേഗ റെയിൽ ഇടനാഴി. കേരളത്തിൻ്റെ സവിശേഷമായ ഭൂമിശാസ്ത്രമാണ് ഈ പദ്ധതിക്ക് ഇത്രമേൽ പ്രാധാന്യം ഞങ്ങൾ കൽപ്പിക്കാൻ കാരണം. കേരളം വീതി കുറഞ്ഞ് തെക്ക് വടക്ക് നീളത്തിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. യൂറോപ്പിലാണെങ്കിൽ 2-3 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന നീളം കേരളത്തിനുണ്ട്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെയും കമ്പോളത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ഗ്രഥനത്തിനുള്ള നെടുകയുള്ള വേഗതയാർന്ന ഗതാഗത സൗകര്യം പരമപ്രധാനമാണ്. UDF-ൻ്റെയും BJP-യുടെയും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരളയിൽ പദ്ധതി വരും കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സർ, പദ്ധതിയുടെ പേരുമായോ സാങ്കേതികവിദ്യയുമായോ ബന്ധപ്പെട്ട ഒരു പിടിവാശിയും സർക്കാരിനില്ല. അക്കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ടവരെ ആവർത്തിച്ചറിയിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച എതിർപ്പുകൾ മാറ്റിവെച്ച് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നിലപാട്. കേന്ദ്രം മുന്നോട്ട് വന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സഹകരണവും ഉറപ്പാക്കും. സർ, ദീർഘകാല വികസന പരിപ്രേക്ഷ്യം തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണ്ടത് പൊട്ടക്കടറ്റിലെ തവളയുടെ കാഴ്ചപ്പാടല്ല. ആഗോള ദേശീയ തലങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ വികസന സമീപനം തയ്യാറാക്കണം. സർ, ലോക വ്യവസ്ഥ തികഞ്ഞ അവ്യവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ലോകക്രമവും അതിൻ്റെ വ്യവസ്ഥകളും പരക്കെ ലംഘിക്കപ്പെടുന്നു. ആഗോള പ്രവൃത്തി വിഭജനവും വ്യാപാര മാർഗ്ഗങ്ങളും സപ്ലൈ ചെയിനുകളും പുനഃസംഘടിപ്പിക്കപ്പെടുന്നു. പുതിയ സാങ്കേതിക വിദ്യകളുടെയും കടന്നുവരവും അനിശ്ചിതത്വത്തിന് കാരണമാവുന്നുണ്ട്. പക്ഷേ അനിശ്ചിതത്വത്തോടൊപ്പം പുതിയ അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട്. സർ, പുതിയ ലോകം അനിശ്ചിതത്വങ്ങളെ നേരിടാനും പുതിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനും ത്രാണിയുള്ളവരുടേതാണ്. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിന് ദീർഘദൃഷ്ടിയും നിശ്ചയദാർഢ്യമുള്ള നേതൃത്വം ആവശ്യമാണ്. ലോകവ്യവസ്ഥയിലെ അവവസ്ഥയും അനിശ്ചിതത്വവും ആഭ്യന്തര ഉൽപ്പാദനവും ആഭ്യന്തര കമ്പോളവും പരമാവധി ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനമാണ് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം. കൃഷി അനുബന്ധ മേഖലയുടെ പ്രാധാന്യം വളരെ വലുതാണ്. കേരളത്തിലെ പുതിയ പദ്ധതിയിൽ പ്രഥമ പരിഗണന കൃഷി അനുബന്ധ മേഖലകൾക്കായിരിക്കും. സർ, ആസിയൻ കരാറിൻ്റെയും വന്യജീവികളുടെ ആക്രമണത്തിൻ്റെയും ആഘാതത്തിൽ നിന്നും കാർഷിക മേഖല മുക്തമാകേണ്ടതുണ്ട്. ആസിയൻ കരാറിൻ്റെ ഏറ്റവും രൂക്ഷമായ ആഘാതമുണ്ടായത് റബ്ബർ മേഖലയിലാണ്. അതിനുശേഷം ഇന്നുവരെ റബ്ബർ കൃഷിക്കാർക്ക് ആദായ വില കിട്ടിയിട്ടില്ല. കൃഷിക്കാരും തൊഴിലാളികളും കൃഷി ഉപേക്ഷിച്ച് പോകുന്ന സ്ഥിതിയുണ്ട്. വൈകാതെ ഇത് ഇന്ത്യൻ ടയർ വ്യവസായത്തെയും ബാധിക്കും. റബ്ബർ മേഖലയിലെ അധികാരം കൈയാളുന്ന റബ്ബർ ബോർഡും കേന്ദ്ര വാണിജ്യ വകുപ്പും ടയർ ഉൽപ്പാദകരും റബ്ബറിന് ന്യായവില ഉറപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. അത് നടന്നില്ലെങ്കിൽ ശക്തവും സമഗ്രവുമായ ബദൽ വികസന പരിപാടി നടപ്പിലാക്കാൻ സംസ്ഥാനം നിർബന്ധിതമാകും.